റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ തോന്നും നമുക്ക് എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുവാദം വേണോ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി പുറത്തിറക്കിയ ജനറൽ ലൈസൻസ് 133 എന്ന സർക്കുലർ ആണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനം. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ റഷ്യയുമായി എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് അമേരിക്ക വിലക്കാറുമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഒരു മാസത്തേക്ക് ചില ഇളവുകൾ നൽകുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയ നിയമമല്ല, മറിച്ച് നിലവിലുള്ള നിയമത്തിൽ വരുത്തിയ ചെറിയൊരു ഭേദഗതി മാത്രമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇതൊന്നും അമേരിക്കയുടെ അനുമതി വാങ്ങി ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇളവ് നൽകിയത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്ന വാദം വസ്തുതാവിരുദ്ധമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. സ്വന്തം ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് നാം തീരുമാനങ്ങൾ എടുക്കുന്നതും. എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് വലിയ മേൽക്കൈ ഉണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൽ 80% നടക്കുന്നത് ഡോളറിലാണ്. എണ്ണയ്ക്കുള്ള പണം കൈമാറാൻ ഡോളർ ഉപയോഗിക്കുമ്പോൾ അത് അമേരിക്കൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ സാധ്യമാകൂ. ഇവിടെയാണ് അമേരിക്ക സെക്കൻഡറി സാങ്ഷനുകൾ വഴി സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ഇത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഈ സർക്കുലർ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുവാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല, ഇന്ധന വിതരണ ശൃംഖല സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതിക നടപടി മാത്രമാണിത്. വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളെ വസ്തുതാപരമായി സമീപിക്കുവാനും വിവേകത്തോടെ ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണം.